മുത്തിനേറ്റമൊരത്തൽ കൊടുക്കും ദന്താവലിയും കാണാകേണം. മധുരതരമധരമരുവിൽ വിരിഞ്ഞൊരു മൃദുലസ്മിതരുചി കാണാകേണം. എന്താണ് ജീവിതത്തിലെ പരമമായ ശ്രേയസ് എന്നൊന്ന് പറഞ്ഞു തരൂന്നായി യുധിഷ്ഠിരൻ. വേദം പഠിക്കലും ബ്രഹ്മചര്യവും അഗ്നിഹോത്രവും ഗൃഹസ്ഥ്യവും തപസ്സും ധനസമ്പാദനവും വിദ്വാനാവുന്നതും എല്ലാം ശ്രേയസ്കരം തന്നെയാണ്. ഈ ശ്രേയസ്കരമായ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളൊന്നും ഓർക്കണില്ല. നമ്മളെ ജര ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. വയസ്സാവുമ്പോൾ നമ്മളെ അനുഗമിക്കുന്നത് അന്തകൻ മാത്രമാണ്. എല്ലാവരെയും അനുഗമിക്കണ ഒരേ ഒരു സത്യം എന്ന് പറയണത് മൃത്യു മാത്രമാണ്. എപ്പോഴാ എവിടെ വെച്ചാ മൃത്യു ആക്രമിക്കുക എന്ന് ആർക്കും അറിഞ്ഞും കൂടാ. അതുകൊണ്ട് മൃത്യുവിനെ ജയിക്കലായിരിക്കണം നമ്മുടെ പ്രഥമ ലക്ഷ്യം. മൃത്യുവും അമൃതവും രണ്ടും തമ്മിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നവയാണ്. അതുകൊണ്ട് അമൃതത്തെ വളർത്തി മൃത്യുവിനെ ജയിക്കാൻ കഴിയലാണ് പരമമായ ശ്രേയസ്. അവനവൻ്റെ ഹൃദയമാകുന്ന ഗുഹയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ആത്മസ്വരൂപമാകുന്ന അമൃതത്തെ സാക്ഷാത്കരിച്ച് അതായി തീരുമ്പോൾ എല്ലാവരും കൃതാർത്ഥരും ചാരിതാർത്ഥരുമായി തീരും. അപ്രകാരമുള്ള ആത്മാനുഭൂതി അല്ലെങ്കിൽ ജീവമുക്തി, ഇതാണ് ജീവിതത്തിലെ പരമമായ ശ്രേയസ്. അതിനെ സമ്പാദിക്കാനാണ് ശ്രമിക്കേണ്ടത്. സത്യധർമ്മങ്ങളെ വിടാതെ അധർമ്മത്തെയും അസത്യത്തെയും സ്പർശിക്കാണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇതിന് സാധിക്കൂ. ധനവാനാണ് ഈ ലോകത്തിലെ സുഖിയും സ്വതന്ത്രനും എന്ന് ധരിക്കരുത്. അങ്ങനെയുള്ള ധാരണ കേവലം മൂഢത്വമാണ്. സുഖവും ദുഃഖവും എല്ലാവർക്കും സമമാണ്. അത് ദരിദ്രനായാലും ധനവാനായാലും അനുഭവിച്ചേ പറ്റൂ. എന്നാൽ ഭയവും സംശയവും ധനവാനെ എപ്പോഴും അസ്വസ്ഥനാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടെന്താ, എല്ലാവരെയും സംശയമാണ്. അതുകൊണ്ട് ജനമധ്യത്തിൽ ധനവാൻ ഒറ്റപ്പെടുക തന്നെ ചെയ്യും. ഈ വക മനോവിചാരങ്ങളൊന്നും ദരിദ്രനെ ഒരു കാലത്തും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഈശ്വര ഭജനവും സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്താനുള്ള സാഹചര്യവും ദരിദ്രന് എപ്പോഴും സാധ്യമാണ്. അത് ധനവാന് എപ്പോഴും സാധ്യമല്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നിരൂപിച്ച് നോക്കുമ്പോൾ ധനവാനേക്കാൾ സമ്പന്നൻ ദരിദ്രനാണ് എന്ന് മനസ്സിലാവും. ദരിദ്രന് ഒറ്റ അവശതയുള്ളൂ, നിത്യവൃത്തിക്കുള്ള വഴി എന്താണെന്ന് ആലോചിക്കുക. വേറെ ഒരു പ്രശ്നങ്ങളും അവനെ അലട്ടുന്നില്ല. എല്ലാവരിലും എല്ലാറ്റിലും തുല്യഭാവം. സാഹസപ്പെടാതിരിക്കുക, സത്യത്തെ പരിപാലിക്കുക, വൈരാഗ്യത്തെ വളർത്തിയെടുക്കുക, നിസ്സംഗത വളർത്തുക, ലോഭത്തെ അകറ്റി നിർത്തുക. ഇങ്ങനെയുള്ള 5 കർമ്മങ്ങൾ ആരിലാണോ എപ്പോഴാണോ ഉത്ഭവിക്കുന്നത് അവൻ പ്രസന്ന സുഖിയായിരിക്കും. ധനാദി വസ്തുക്കളിലുള്ള ലോഭമല്ല, മറിച്ച് ത്യാഗമാണ് ഒരാളെ സുഖിയാക്കി തീർക്കുന്നത്, വിഷയാശയമല്ല. നിസ്സംഗതയും വൈരാഗ്യവുമാണ് സംതൃപ്തിക്ക് ഹേതു. പൗരുഷം കൊണ്ട് മാത്രം ഒരാൾക്ക് അനുഭവം ഉണ്ടാവുന്നില്ല. അതിന് ദൈവത്തിൻ്റെ തുണ കൂടി വേണം. ദൈവാനുകൂല്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പൗരുഷം കൊണ്ട് പൂർണ്ണ വിജയം വരിക്കാൻ ആവുള്ളൂ. അതിനാൽ വന്നു ചേരുന്നതിൽ സംതൃപ്തിയും ഒന്നിലും ലോഭമില്ലായ്മയും നിസ്സംഗതയും വൈരാഗ്യവും വളർത്തിയെടുക്കുമ്പോഴേ സുഖിയായി ജീവിക്കാൻ കഴിയൂ. ആഗ്രഹമാണ് മനുഷ്യനെ എപ്പോഴും കുഴയ്ക്കുന്നത്. ഒന്നിലും അത്യാഗ്രഹം ഇല്ലാണ്ട് ജീവിക്കുന്ന മനുഷ്യൻ എപ്പോഴും സുഖിയായിരിക്കും.
ഏതെല്ലാം പ്രവൃത്തി സ്വീകരിച്ചാലാണ് ഈ ജഗത്തിൽ യാതൊരു മനോവിഷമവും ഇല്ലാണ്ട് ചുറ്റിത്തിരിയാൻ കഴിയുക എന്നാണ് യുധിഷ്ഠിരൻ്റെ അടുത്ത ചോദ്യം. പണ്ടൊരിക്കൽ അസുര ചക്രവർത്തിയായ പ്രഹ്ലാദൻ അജകര വ്രതത്തെ പാലിച്ച് കിടക്കുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഒരു അവധൂത ബ്രാഹ്മണനുമായിട്ട് നടന്ന സംഭാഷണം പറഞ്ഞുതരാം. യുധിഷ്ഠിര, അവനവൻ്റെ സ്വഭാവമാണ് എല്ലാവർക്കും സാധകമായിട്ടിരിക്കുന്നത്. സ്വഭാവത്തെ ജയിച്ച ഒരാൾക്ക് എവിടെയും എപ്പോഴും ഒന്നും ബാധകം അല്ലേ അല്ല. ഇന്നത് ഇന്ന പ്രകാരം വേണമെന്ന് ശഠിക്കുന്ന ആൾക്ക് ഇതെല്ലാം എപ്പോഴും ഒരു അതിബാധ്യത തന്നെയായിട്ടാണ് തോന്നുക. ഈ ഒരു കാരണം കൊണ്ട് തന്നെ എവിടെയും എപ്പോഴും സഞ്ചരിക്കാൻ വലിയ പ്രയാസമാണ്. രാഗദ്വേഷങ്ങൾ, ശീതോഷ്ണങ്ങൾ തുടങ്ങിയ ദ്വന്ദ്വപ്രകൃതിയെ ജയിക്കലാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ആവശ്യം. ബന്ധുക്കൾ, കർമ്മം, ധനം, പ്രജ്ഞ ഇങ്ങനെയുള്ള നാലിൽ വച്ച് ഏതാണ് ഒരാളുടെ ശ്രേയസ്സിനും നിലനിൽപ്പിനും മുഖ്യഹേതു എന്ന് വീണ്ടും യുധിഷ്ഠിരൻ ചോദിക്കുന്നു. പണ്ട് കശ്യപഗോത്രത്തിലെ ഒരു ബ്രാഹ്മണൻ വഴിയിൽ കൂടി പോകുമ്പോൾ ഗർവിഷ്ഠനും ധനവാനുമായ ഒരു വൈശ്യൻ്റെ തേര് തട്ടി പരിക്കേറ്റു. താൻ ദരിദ്രനായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ബ്രാഹ്മണന് വലിയ ദുഃഖമുണ്ടായി. അല്ലെങ്കിൽ ഞാനും ഇതേമാതിരി തേരിൽ പോയേനെ, നടക്കേണ്ടി വന്നപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള ദുഃഖം. ധനമില്ലാത്തവൻ ലോകത്തിൽ തൃണം മാത്രമാണ് എന്ന് ആ ബ്രാഹ്മണൻ്റെ മനസ്സും പറഞ്ഞു. ഇതിൻ്റെ ഫലമായിട്ട് ആ ബ്രാഹ്മണൻ ആത്മഹത്യക്ക് ഒരുങ്ങി. അപ്പോൾ ബ്രാഹ്മണന് ജ്ഞാനോപദേശം നൽകാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ ഒരു കുറുക്കൻ്റെ വേഷത്തിൽ ബ്രാഹ്മണൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഹേ ബ്രാഹ്മണ, എല്ലാ ജീവികളിലും വെച്ച് ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം. ആ മനുഷ്യജന്മത്തിലോ വലിയ ശ്രേഷ്ഠതയാണ് ബ്രാഹ്മണന്. അങ്ങനെയുള്ള താങ്കൾ ഈ നിസ്സാരമായ കാര്യത്തിന് വേണ്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ശരിയാണോ എന്നൊന്ന് ആലോചിക്കുമോ എന്ന് പറഞ്ഞു. കൈയില്ലാത്ത ഞങ്ങൾ ഈ കുറുക്കന്മാർ ദേഹത്തിരിക്കണ ഒരു ചെള്ളിനോ പ്രാണിയോ ഒന്നും എടുത്തു കളയാൻ കഴിവില്ലാത്തവരാണ്. കൈകളുള്ള മനുഷ്യജന്മോ എത്രത്തോളം സുഹൃതം ചെയ്ത ജന്മമാണെന്ന് അങ്ങ് ഓർക്കണം. ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞുതരാം. പൂർവജന്മത്തിൽ ഞാൻ വലിയ പണ്ഡിതനായിരുന്നു. എന്നാൽ എൻ്റെ പാണ്ഡിത്യം ഞാൻ ഉപയോഗിച്ചത് ദൈവത്തിലെത്തിച്ചേരാനല്ല, മറിച്ച് മറ്റുള്ള ബ്രാഹ്മണന്മാരെയും പണ്ഡിതന്മാരെയും തർക്കത്തിൽ തോൽപ്പിച്ച് ഞാൻ വലിയവനാണ് എന്ന് കാണിക്കാൻ വേണ്ടി എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ നശിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഇപ്പം എന്തുണ്ടായി? ഞാനൊരു കുറുക്കനായിട്ട് ജനിക്കേണ്ടി വന്നു. അതുകൊണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് ഈ അഭിമാനത്തെ ഉപേക്ഷിക്കൂ. ജീവിതം, വിശേഷാൽ മനുഷ്യജീവിതം വെറുതെ നശിപ്പിക്കാനുള്ളതല്ല. അങ്ങ് ഇനിയും പരിശ്രമിക്കൂ. ദൈവത്തിനോട് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കൂ. ഇങ്ങനെയുള്ള കുറുക്കനായ ഇന്ദ്രൻ്റെ ഉപദേശം കേട്ട ബ്രാഹ്മണൻ്റെ മനസ്സ് തെളിഞ്ഞു. അദ്ദേഹം ആ മാർഗത്തിൽ കൂടി സഞ്ചരിച്ച് മോക്ഷപ്രാപ്തി ഉണ്ടായി. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.